Hi all, good evening. Welcome to Eduooz Academy. ഇന്നത്തെ Q&A സെക്ഷനിൽ നമ്മൾ റാബീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈറോളജിയിൽ നമ്മൾ ഇത്രയും നാളും പാരസൈറ്റോളജി, മൈക്രോബയോളജിയിലെ പാരസൈറ്റോളജി ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജിയിലെ വൈറോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റാബീസ് അല്ലെ. റാബീസ് വൈറസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്നിച്ച് തന്നെ ചാറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആൻസർ ഒന്നിച്ച് കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റാബീസ്. അപ്പൊ വേൾഡ് റാബീസ് ഡേ വരുന്നത് സെപ്റ്റംബർ 28 ആണ്. ഓക്കെ, വേൾഡ് റാബീസ് ഡേ വരുന്നത് സെപ്റ്റംബർ 28 ആണ്. ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ ആണ് നമ്മൾ റാബീസ് ഡേ ആയിട്ട്. റാബീസ് ഡേ നമ്മൾ വരുന്നത് ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, first question, what is the most important member of the Rhabdoviridae family that causes disease in human? ഏതാണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണോ, റാബീസ് വൈറസ് ആണോ, വെസിക്കുലർ സ്റ്റൊമാറ്റൈറ്റിസ് വൈറസ് ആണോ, ദെൻ എബോള വൈറസ് ആണോ? ഏതാണ് വരിക? റാബ്ഡോവിരിഡേ ഫാമിലിയില് റാബീസ്, ഹ്യൂമൻസിന് നമുക്കറിയാം റാബീസ് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ. സൂണോട്ടിക് ഡിസീസ് ആണ്. ഇതിൽ ഏത് വൈറസ് ആണ് റാബ്ഡോവിരിഡേ ഫാമിലിയിൽ വരുന്നത്? ഇൻഫ്ലുവൻസ ആണോ, റാബീസ് ആണോ, വെസിക്കുലർ സ്റ്റൊമാറ്റൈറ്റിസ് ആണോ, ദെൻ എബോള വൈറസ് ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. അപ്പൊ എല്ലാവരും ഒന്ന് ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിച്ച് കറക്റ്റ് ചെയ്ത് പോവാം. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റാബ്ഡോവിരിഡേ ഫാമിലിയിലെ റാബീസ് വൈറസ്. റാബീസ് വൈറസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാത്തോജൻ ഫ്രം റാബ്ഡോവിരിഡേ ഫാമിലി ആണ്. ഏതാണ് ഫാമിലി? റാബ്ഡോവിരിഡേ ആണ്. എഫക്ട് ദ ഹ്യൂമൻ കോസിംഗ് റാബീസ് ഡെഡ്ലി സൂണോട്ടിക് ഡിസീസ്. ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാബീസ് ഈസ് ക്ലാസിഫൈഡ് as which type of disease? ബാക്ടീരിയൽ, ഫംഗൽ, സൂണോട്ടിക്, ദെൻ ഓട്ടോ ഇമ്മ്യൂൺ. ഏതാണ് വരുക? ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് റാബീസ്? യെസ്, റാബീസ് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം റാബീസ് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. അനിമൽ ടു ഹ്യൂമൻ അല്ലെ, അങ്ങനെയാണ് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ റാബീസ് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റാബ്ഡോവിരിഡേ ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഹൗ മെനി ജനറ? 1, 2, 3 and 4. എത്ര ജനറയാണ് റാബ്ഡോവിരിഡേ ഫാമിലിയിൽ? എത്ര ജനറയാണല്ലോ? 1 ആണോ, അതോ 2 ആണോ, 3 ആണോ, അതോ 4 ആണോ? എത്രയാണ് റാബ്ഡോവിരിഡേ ഫാമിലിയിൽ? നമ്മളിപ്പോ റാബീസ് പറഞ്ഞു, സൂണോട്ടിക് ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഇനി എത്ര ജനറയാണുള്ളത്? എത്രയാണുള്ളത്? യെസ്, ബി ആണ് നമ്മുടെ ആൻസർ വരിക. 2. ഓക്കെ, 2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. റാബ്ഡോവിരിഡേ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 2 ജനറ, ലൈസ വൈറസ് ആൻഡ് വെസിക്കുലോ വൈറസ്. റാബീസ് ഇതിൽ ഏത് ജനറലാണ് വരിക? ലൈസ വൈറസിലാണോ, അതോ വെസിക്കുലോ വൈറസിലാണോ? ഏതിലാണ് വരിക റാബീസ്? ഏതിൽ വരും? ലൈസ വൈറസിലാണോ, വെസിക്കുലോ വൈറസിലാണോ? ഏതിലാണ് വരിക റാബീസ് വൈറസ്? റാബീസ് വൈറസ് ഇതിൽ ഏത് ജനറയാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. റാബീസ് വൈറസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു റാബ്ഡോവിരിഡേ ഫാമിലി 2 ജനറ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ലൈസ വൈറസും വെസിക്കുലോ വൈറസും അല്ലെ. അപ്പൊ റാബീസ് വൈറസ് വരുന്നത് ഇതിൽ ഏത് ജനറലാണ് വരിക? ഒന്ന് കമന്റ് ചെയ്യാവോ എല്ലാരും? ഒന്ന് കമന്റ് ചെയ്യാവോ എല്ലാരും? യെസ്, ലൈസ വൈറസ് ആണ് അല്ലെ. ലൈസ വൈറസിലാണ് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ജീനസ് റാബ്ഡോവിരിഡേ കണ്ടെയ്ൻ റാബീസ് വൈറസ്? നമ്മളിപ്പോ തന്നെ പറഞ്ഞോളൂ അല്ലെ. വെസിക്കുലോ വൈറസ്, ഓർത്തോമിക്സോ വൈറസ്, ലൈസ വൈറസ്, പാരാമിക്സോ വൈറസ്. ഇതിൽ ഏത് വരും? വെസിക്കുലോ വരും, ഓർത്തോമിക്സോ വരും, ലൈസ വരും, പാരാമിക്സോ വരും. നമ്മളിപ്പോ തന്നെ പറഞ്ഞോളൂ. യെസ്, ഓപ്ഷൻ സി ആണ്, ലൈസ വൈറസ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തോളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വൈറസ് ഇൻക്ലൂഡഡ് ഇൻ ദ റാബീസ് സെറോ ഗ്രൂപ്പ്? നോട്ട് എ വൈറസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റാബീസ് സെറോ ഗ്രൂപ്പിൽ വരാത്തത് ശ്രദ്ധിക്കുക, വരാത്തതാണ് മൊക്കോള വൈറസ്, then vesicular stomatitis virus, then Duvenhan virus, then European bat Lysa virus type 1. ഇതിൽ ഏതാണ് വരിക? നോട്ട് വൈറസ് ഇൻക്ലൂഡഡ് ഇൻ റാബീസ് സീറോ ഗ്രൂപ്പ് ആണ്. ഏത് വരും? മൊക്ക വൈറസ് ആണോ, വെസിക്കുലർ സ്റ്റൊമാറ്റൈറ്റിസ് ആണോ, ദെൻ ഡുവൻഹാൻ വൈറസ് ആണോ, ദെൻ യൂറോപ്യൻ ബാറ്റ് ലൈസ വൈറസ് ടൈപ്പ് 1 ആണോ? ഏതാണ് വരിക? ഏത് വരും? യെസ്, ഓപ്ഷൻ ബി ആണ്, വെസിക്കുലർ സ്റ്റൊമാറ്റൈറ്റിസ് വൈറസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം.
വെസിക്കുലർ സ്റ്റൊമാറ്റൈറ്റിസ് വൈറസ് ബിലോങ് ടു വെസിക്കുലർ ജീനസ്, നോട്ട് ലൈസ വൈറസ് ജീനസ്. ലൈസ വൈറസിലല്ല വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റാബിസ് വൈറസ് ഈസ് പ്രൈമർലി എഫക്ട് വിച്ച് സിസ്റ്റം ഇൻ ദ ഹ്യൂമൻ ബോഡി? റാബിസ് വൈറസ് ഹ്യൂമൻ ബോഡിയിൽ പ്രൈമറി എഫക്ട് ചെയ്യുന്നത് ഏത് സിസ്റ്റത്തെയാണ്? കാർഡിയോവാസ്കുലർ ആണോ, റെസ്പിറേറ്ററി ആണോ, ദെൻ നെർവസ് സിസ്റ്റം ആണോ, അതോ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റാബിസ് വൈറസ് ഇതിൽ ഹ്യൂമൻ ബോഡിയിൽ ഇതിൽ ഏത് പാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്? പ്രൈമർലി ഏറ്റവും ആദ്യം എഫക്ട് ചെയ്യുന്നത് ഏതിനെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ. കാർഡിയോവാസ്കുലർ ആണോ, റെസ്പിറേറ്ററി ആണോ, നെർവസ് സിസ്റ്റം ആണോ, അതോ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണോ? ഏതിനാണ്? യെസ്, നെർവസ് സിസ്റ്റത്തെയാണ് അല്ലെ. യെസ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ ചിപ്പി, ഓക്കെ വെരി ഗുഡ്. ഓക്കെ, സി ആണ്, നെർവസ് സിസ്റ്റം ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാബിസ് വൈറസ് ഇൻഫെക്ട് ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്, ലീഡിങ് ടു എൻസെഫലൈറ്റിസ്, പാരലൈസിസ് ഒക്കെ സംഭവിക്കും. ദെൻ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് റാബിസ് വൈറസ്? ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും റാബിസ് വൈറസ് പഠിക്കുമ്പോൾ മുതലേ നമ്മൾ റിപ്പീറ്റ് പറഞ്ഞല്ലേ റാബിസ് വൈറസിന്റെ ഷേപ്പ് എന്താണ്? സ്പെരിക്കൽ ആണോ, ബുള്ളറ്റ് ഷേപ്ഡ് ആണോ, ഐക്കോസഹെഡ്രൽ ആണോ, ഫിലമെന്റസ് ആണോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷേപ്പ് ഓഫ് റാബിസ് വൈറസ് എന്ന് കേട്ട ഉടനെ നമുക്ക് എന്താ പറയാ, ഓപ്ഷൻ പോലും നോക്കാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലെ. ഏത് വരും? സ്പെരിക്കൽ ആണോ, ബുള്ളറ്റ് ഷേപ്ഡ് ആണോ, ഐക്കോസഹെഡ്രൽ ആണോ, ദെൻ ഫിലമെന്റസ് ആണോ വരിക? ഏത് വരും? യെസ്, ബുള്ളറ്റ് ഷേപ്ഡ് ആണ് അല്ലെ. ബുള്ളറ്റ് ഷേപ്ഡ് ആണ് റാബിസ് വൈറസ്, ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ്. ഓക്കെ, അമിന, ചിപ്പി, ഗ്രീഷ്മ, ഓക്കെ വെരി ഗുഡ്. ഓക്കെ, റാബിസ് വൈറസ് has a characteristic bullet shape with one end rounded and other planar or concave ആണ്. ഓക്കെ, ബുള്ളറ്റ് ഷേപ്ഡ് ആണ് വരിക. The next question is rabies virus is classified as what type of RNA virus? ഏത് ടൈപ്പ് ഓഫ് RNA വൈറസ് ആണ്? പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, അതോ DNA വൈറസ് ആണോ വരിക? ഏതാണ് വരിക? വാട്ട് ടൈപ്പ് ഓഫ് RNA വൈറസ് ആണ് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഓപ്ഷൻ ഡി അല്ല എന്തായാലും അല്ലെ. ബാക്കി ഇതിൽ പോസിറ്റീവ് സെൻസ് ആണോ, നെഗറ്റീവ് സെൻസ് ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഏതാ വരിക? ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, നമ്മൾ വൈറോളജിയിൽ വൈറസിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വൈറസ് പഠിക്കുമ്പോൾ DNA വൈറസും RNA വൈറസും വെച്ച് തുടങ്ങുക അല്ലെ. അതിൽ തന്നെ RNA വൈറസ് തന്നെ പോസിറ്റീവ് സെൻസ് ഉണ്ട്, നെഗറ്റീവ് സെൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. DNA വൈറസസിൽ ഏതൊക്കെയാണ് വരിക, RNA വൈറസിലെ പോസിറ്റീവ് സെൻസിൽ ഏതൊക്കെയാണ് വരിക, നെഗറ്റീവ് സെൻസിൽ ഏതൊക്കെയാണ് വരിക എന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ റാബിസ് വൈറസിൽ ഏതാ വരിക? പോസിറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ, അതോ നെഗറ്റീവ് സെൻസ് ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ. യെസ്, ബി ആണ്, നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഓക്കെ, ഗ്രീഷ്മ, അമിന, ചിപ്പി, സഹിമ, ഓക്കെ ആതിര, ഓക്കെ വെരി ഗുഡ്. എല്ലാവരും ബി തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് റാബിസ് വൈറസ് വരാം. റാബിസ് വൈറസ് ഏതായിരുന്നു നമ്മുടെ ഫാമിലി? ഏത് ഫാമിലി ആയിരുന്നു റാബിസ് വൈറസ്? കമന്റ് ചെയ്ത എല്ലാവരും. ആ ഫാമിലിയും ജനറയും ഏതായിരുന്നു? ഏത് ഗ്രൂപ്പാ? നമ്മൾ പറഞ്ഞു ഏതോ ഒരു ഗ്രൂപ്പ് അല്ലെ, R വെച്ച് തുടങ്ങുന്ന. ഏതായിരുന്നു ആ ഗ്രൂപ്പ്? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. റാബിസ് വൈറസ് ഏതായിരുന്നു? റാബിസ് വൈറസ് ഏത് ഫാമിലിയാണ് വരിക? ഏത് ഫാമിലിയാണ് വരിക റാബിസ് വൈറസ് ഏത് ഫാമിലി വരും? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. യെസ്, റാബ്ഡോവിരിഡെ അല്ലെ. റാബ്ഡോവിരിഡെ ഫാമിലിയാണ്. അതുപോലെ തന്നെ നമ്മൾ ജനറയും പറഞ്ഞിരുന്നു. റാബ്ഡോവിരിഡിൽ തന്നെ 2 ജനറ ഉണ്ടായിരുന്നു, വെസിക്കുലർ അതുപോലെ ലൈസ അല്ലെ. അതില് ലൈസ ഏതിലെ വരും? റാബിസ് വൈറസ് ഇതിൽ ഏത് ജനറ വരുക? ഈ 2 ജനറയിലെ ഏത് ജനറലാണ് റാബിസ് വൈറസ് വരിക? ഏതിൽ വരും? ഓക്കെ, ഗ്രീഷ്മ, ഓക്കെ ആതിര, ഓക്കെ വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ലൈസ വൈറസ് ആണ് റാബിസ് വൈറസ്. റാബിസ് വൈറസ് ഇസ് നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. മീനിങ് ഇറ്റ്സ് റിക്വയർസ് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ് അല്ലെ. റെപ്ലിക്കേഷൻ RNA ഡിപ്പെൻഡന്റ് നെഗറ്റീവ് സെൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ മാറ്റാണ് അല്ലെ. അപ്പൊ RNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ്, റെപ്ലിക്കേഷൻ ആവശ്യമാണ്. ഓക്കെ, then which rabies virus protein plays a crucial role in virus neutralizing antibody response? Nucleoprotein, matrix protein, glycoprotein, then transcriptase. ഏതാണ്? ഏത് റാബിസ് വൈറസ് പ്രോട്ടീൻ ആണ്
ഈ വൈറസ് ന്യൂട്രലൈസിങ് ആന്റിബോഡി റെസ്പോൺസിൽ ക്രൂഷ്യൽ റോള് വഹിക്കുന്നത്? ന്യൂക്ലിയർ പ്രോട്ടീൻ ആണോ, മെട്രിക്സ് പ്രോട്ടീൻ ആണോ, ഗ്ലൈക്കോപ്രോട്ടീൻ ആണോ, അതോ ട്രാൻസ്ക്രിപ്റ്റേസ് ആണോ? ഏതാണ്? സി ആണ് അല്ലെ, ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, ജി ആണ്. ഓക്കെ, the glycoprotein G, the only protein in rabies virus that induces the virus neutralizing antibody response. Okay, then next, what is the approximate size? Rabies virus ന്റെ approximate size എത്രയാണ്? 30 into 50 nanometer, then 60 into 180 nanometer, then 100 into 300 nanometer, and then 200 into 400 nanometer. എത്രയാണ് റാബീസ് വൈറസിന്റെ അപ്രോക്സിമേറ്റ് സൈസ് വരെ എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. റാബീസ് വൈറസിന്റെ അപ്രോക്സിമേറ്റ് സൈസ് എത്ര വരുക? 30 into 50 ആണോ, 60 into 180 ആണോ, അതോ 100 into 300 ആണോ, അതോ 200 into 400 ആണോ? ഏത് വരും? ഏത് വരും? ബി ആണ്. ഓക്കെ, 60 into 180 നാനോമീറ്റർ ആണ്. ഓക്കെ, 60 വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് 180 നാനോമീറ്റർ ആണ്. Then next question നോക്കാം. Which receptor does the rabies virus use to enter host cell? CD4 receptor, acetylcholine receptor, ACE2 receptor, then toll-like receptor. ഏത് റിസപ്റ്റർ ആണ് റാബീസ് വൈറസിന് ഹോസ്റ്റ് സെല്ലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ഏത് റിസപ്റ്റർ ആണ്? CD4 ആണോ, അസിറ്റൈൽകോളിൻ ആണോ, ACE2 ആണോ, ദെൻ ടോൾ-ലൈക്ക് റിസപ്റ്റർ ആണോ? ഏതാണ് വരിക? യെസ്, ബി ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അസറ്റൈൽകോളിൻ റിസപ്റ്റർ. അസറ്റൈൽകോളിൻ റിസപ്റ്റർ ഡസ് ദ റാബീസ് വൈറസ് യൂസ് ടു എൻ്റർ ഹോസ്റ്റ് സെൽ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ദെൻ rabies virus bind to acetylcholine receptor on the cell surface to initiate infection. Then next നോക്കാം. Rabies virus can be classified into which two type? Wild and laboratory virus, fixed and street virus, acute and chronic virus, then active and passive virus. റാബീസ് വൈറസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? വൈൽഡും അതുപോലെ ലബോറട്ടറി വൈറസ് ആണോ, അതുപോലെ തന്നെ ഫിക്സഡും സ്ട്രീറ്റ് വൈറസും ആണോ, അല്ലെങ്കിൽ ക്രോണിക് ആൻഡ് അക്യൂട്ട് ആണോ, അതോ ആക്റ്റീവ് ആൻഡ് പാസീവ് ആണോ? ഏതാണ് വരിക? റാബീസ് വൈറസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഒന്ന് കമന്റ് ചെയ്യോ എല്ലാവരും? റാബീസ് വൈറസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വിച്ച് ടു ടൈപ്പ്? ഏതാണ് ആ ടു ടൈപ്പ്? ഏതാണ്? യെസ്, ബി ആണ് അല്ലെ, ഫിക്സഡ് ആൻഡ് സ്ട്രീറ്റ് വൈറസ് ആണ്. ഫിക്സഡ് ആൻഡ് സ്ട്രീറ്റ് വൈറസ് ആണ്. ഓക്കെ, റാബീസ് വൈറസ് ആർ ക്ലാസിഫൈഡ് ആസ് ഈദർ ഫിക്സഡ് വൈറസ് which have consistent incubation period or street virus which have a variable incubation period ആണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ഇൻക്യുബേഷൻ പീരീഡ് ആണ് ഫിക്സഡ്. പേര് പോലെ തന്നെ ഫിക്സഡിന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ആണ്, പക്ഷേ സ്ട്രീറ്റ് വൈറസിന് വാരിയബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഫിക്സഡ് വൈറസ് ആർ അഡാപ്റ്റഡ് ടു ലബോറട്ടറി കണ്ടീഷൻ ത്രൂ സീരിയൽ പാസേജസ് ആൻഡ് ഷോ സ്റ്റേബിൾ ഇൻക്യുബേഷൻ പീരീഡ്. നമ്മൾ ലബോറട്ടറി കണ്ടീഷനിലൂടെ ഒരു സീരിയൽ പാസേജ് കഴിയുമ്പോൾ അതോട് അഡാപ്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആണ് അത് പിന്നെ കാണിക്കുക. പക്ഷേ സ്ട്രീറ്റ് വൈറസ് ആവട്ടെ, നമ്മൾ നാച്ചുറലി ഒക്കെ അറിയുന്ന ഈ റാബീസ് വൈറസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻസും എനിമൽസും ഒക്കെ ഐസോലേറ്റ് ചെയ്യുന്നതാണ് സ്ട്രീറ്റ് വൈറസ്. ഓക്കെ, അപ്പൊ ഫിക്സഡും ഉണ്ട് സ്ട്രീറ്റും ഉണ്ട്. അപ്പൊ ഫിക്സഡിനൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ് ആയിരിക്കും, സ്ട്രീറ്റിന് അങ്ങനെയല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഫിക്സഡ് റാബീസ് വൈറസ്? 1 to 2 days, 3 to 4 weeks, 6 to 7 days, then 1 to 12 weeks. ഏതാണ്? ഫിക്സഡ് റാബീസ് വൈറസിന്റെ ആണ് ചോദിച്ചിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ്. ശ്രദ്ധിക്കുക, 1 to 2 days ആണോ, 3 to 4 weeks ആണോ, അതോ 6 to 7 days ആണോ, അതോ 1 to 12 weeks ആണോ? എത്രയാണ് ഇൻക്യുബേഷൻ പീരീഡ് വരിക ഫിക്സഡ് റാബീസ് വൈറസിന്റെ? സി ആണ്, 6 to 7 days ആണ് വരിക. ഓക്കെ, 6 to 7 days ആണ് വരിക. ഫിക്സഡ് വൈറസ് ഹാവ് എ കൺസിസ്റ്റന്റ് ഇൻക്യുബേഷൻ പീരീഡ് ആണ്, ഒരു 6 to 7 days. അത് ലബോറട്ടറി കണ്ടീഷനോട് അഡാപ്റ്റബിൾ ആവും. ദെൻ സ്ട്രീറ്റ് വൈറസ് ഷോസ് എ വാരിയബിൾ ഇൻക്യുബേഷൻ പീരീഡ് ആണ്, അതൊരു 1 to 12 weeks വരെ വരാം. എന്താ പറയുക, നമ്മൾ സൈറ്റ് ഓഫ് ബൈറ്റ്, അതുപോലെ തന്നെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതൊക്കെ അനുസരിച്ച് അത് മാറ്റം വരാം. അതൊരു ഫിക്സഡ് അല്ല, അപ്പോൾ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സൈറ്റ് ഓഫ് ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ അനുസരിച്ച് ഇപ്പോൾ 1 to 12 weeks ഉള്ളത് അങ്ങനെ ആ റേഞ്ചിനുള്ളിൽ എങ്ങനെ വേണമെങ്കിലും മാറി വരാം. ഓക്കെ, ദെൻ
റാബിസ് വാക്സിൻ വാസ് ഡിസ്കവേർഡ് ബൈ ആരാണ് റാബിസ് വാക്സിൻ ഡിസ്കവർ ചെയ്തത്? റോബർട്ട് കോച്ച്, എഡ്വാർഡ് ജെന്നർ, ലൂയിസ് പാസ്റ്റർ, ദെൻ ജോസഫ് ലിസ്റ്റർ. ആരാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. റാബിസ് വാക്സിൻ വാസ് ഡിസ്കവേർഡ് ബൈ ആരാണ്? റോബർട്ട് കോച്ച് ആണോ, എഡ്വാർഡ് ജെന്നർ ആണോ, ലൂയിസ് പാസ്റ്റർ ആണോ, അതോ ജോസഫ് ലിസ്റ്റർ ആണോ? ആരാണ്? എഡ്വാർഡ് ജെന്നർ ആണ് നമുക്കറിയാം, ഫാദർ ഓഫ് വാക്സിനേഷൻ, ഫസ്റ്റ് വാക്സിൻ. പക്ഷെ നമ്മുടെ റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ് അല്ലെ. ലൂയിസ് പാസ്റ്റർ ഡെത്ത് ഡേ ആണ് റാബിസ് ഡേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതായിരുന്നു റാബിസ് ഡേ വരുന്നത്? ഏത് ദിവസമായിരുന്നു റാബിസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്? ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ ആണ് നമ്മൾ റാബിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഏത് ഡേ ആയിരുന്നു? ഏത് ഡേ ആണ് റാബിസ് ഡേ, വേൾഡ് റാബിസ് ഡേ ഏത് ദിവസമാണ് വരിക? സോറി, ഏത് ഡേ ആണ് വരിക? യെസ്, സെപ്റ്റംബർ 28 ആണ് അല്ലെ. സെപ്റ്റംബർ 28 ആണ് ലൂയിസ് പാസ്റ്ററിന്റെ ഡെത്ത് ഡേ കൂടിയാണ്. ഓക്കെ, then which modern technique are used for typing street rabies virus? Gram staining and PCR, ELISA and culture method, monoclonal antibody and genetic sequencing, then western blot and chromatography. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രീറ്റ് വൈറസിന് ഇൻക്യുബേഷൻ പീരീഡ് വരെ ഒരു 1 to 12 weeks വാരിയബിൾ ആയിട്ട് വരാം അല്ലെ. ഫിക്സ്ഡ് വൈറസിനാണ് ഒരു 6 to 7 days നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് റാബിസ് വൈറസിന്റെ ടൈപ്പിംഗ് ആണ്. അതിനുപയോഗിക്കുന്ന മോഡേൺ ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണ്? ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് PCR ആണോ, ELISA ആൻഡ് കൾച്ചർ മെത്തേഡ് ആണോ, അതോ മോണോക്ലോണൽ ആന്റിബോഡി ജനറ്റിക് സീക്വൻസിങ് ആണോ, അല്ലെങ്കിൽ വെസ്റ്റേൺ ബ്ലോട്ട് ആൻഡ് ക്രോമറ്റോഗ്രാഫി ആണോ? ഏതാണ് വരിക? യെസ്, സി ആണ്, മോണോക്ലോണൽ ആന്റിബോഡി ആൻഡ് ജനറ്റിക് സീക്വൻസിങ് ആണ്. എന്തുകൊണ്ടാ? മോണോക്ലോണൽ ആന്റിബോഡി ജനറ്റിക് സീക്വൻസിങ് ആർ നൗ യൂസ്ഡ് ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ടൈപ്പിംഗ് സ്ട്രീറ്റ് റാബിസ് വൈറസ് സ്ട്രെയിൻ. കാരണം അത് വേരിയബിൾ ആണല്ലോ, ഡിപ്പെൻഡിങ് അപ്പോൾ ആ സൈറ്റ് ഓഫ് ബൈറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും. ഓക്കെ, ദെൻ typing of rabies virus is useful for which of the following purpose? Identifying viral reservoir worldwide, increasing viral mutation rate, enhancing rabies virulence, then eliminating the need for vaccination. ഏതാണ് വരിക? Typing of rabies virus is useful for which of the following purpose? എന്ത് പർപ്പസിലാണ് ടൈപ്പിംഗ്? ഓപ്ഷൻ എ ആണ്, ഐഡന്റിഫൈ വൈറൽ റിസർവോയർ, വേൾഡ് വൈഡിലുള്ള വൈറൽ റിസർവോയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടൈപ്പിംഗ് ഓഫ് റാബിസ് വൈറസ് ഹെൽപ്പ് ഇൻ ട്രേസിംഗ് origin of infection and identifying reservoir of the virus. What type of hemagglutination property does the rabies virus exhibit? It agglutinates human erythrocyte at body temperature and it does not exhibit hemagglutination. It agglutinates goose erythrocyte at low temperature and then it agglutinates red blood cells only at pH 9. ഇതിൽ ഹീമഗ്ലൂട്ടിനേഷൻ പ്രോപ്പർട്ടി ഏതാണ്? Does the rabies virus exhibit? ഏത് ടൈപ്പ് ഓഫ് ഹീമഗ്ലൂട്ടിനേഷൻ പ്രോപ്പർട്ടി ആണ് റാബിസ് വൈറസ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഇതിലേതാണ്? അഗ്ലൂട്ടിനേറ്റ് ഹ്യൂമൻ എറിത്രോസൈറ്റ് ആണോ, അതോ ഹീമഗ്ലൂട്ടിനേഷൻ ഒന്നും എക്സിബിറ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഗൂസ് എറിത്രോസൈറ്റിന് ലോ ടെമ്പറേച്ചറിൽ അഗ്ലൂട്ടിനേഷൻ ആണോ? ഏത് ടൈപ്പ് ഓഫ് ഹീമഗ്ലൂട്ടിനേഷൻ ആണ് റാബിസ് വൈറസ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇറ്റ് അഗ്ലൂട്ടിനേറ്റ്സ് ഗൂസ് എറിത്രോസൈറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഗൂസ് എറിത്രോസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവൽ ന്യൂക്ലിയോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു എറിത്രോസൈറ്റ് ആണ്. റെഡ് ബ്ലഡ് സെൽസ് ആണ്. നമ്മളൊരു ഓക്സിജൻ പാസേജ് ഒക്കെ അതിനൊക്കെ ഉള്ളതാണ് ഈ ഗൂസ് എറിത്രോസൈറ്റ് ഒക്കെ. അതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ ഒക്കെ വരുന്നത്. ഓക്കെ, the rabies virus exhibit hemagglutination, specifically agglutinating goose erythrocyte at low temperature ആണ്, 0 to 4 degree ആണ്, at pH 6.2. Then which of the following substances can inactivate rabies virus? ഏതൊക്കെ ഫോളോയിങ് സബ്സ്റ്റൻസസ് ആണ് ഈ റാബിസ് വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എത്തനോളിനാണോ, സോപ്പാണോ, ക്ലോറോഫോം ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടോ? ഏതൊക്കെയാണ് ഇതിൽ? ഏതൊക്കെ സബ്സ്റ്റൻസിനാണ് റാബിസ് വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് കെൽപ്പുള്ളവർ ആരാ അതില്? എല്ലാവരും ഉണ്ട് അല്ലേ. എത്തനോളും സോപ്പും ക്ലോറോഫോം ഒക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഡോഗ് ബൈറ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ അവിടെ സോപ്പ് വെച്ച് കഴുകണം എന്നാണ് പറയാ. ഓക്കെ, ആൽക്കലൈൻ കണ്ടീഷനിൽ
റാബിസ് വൈറസിന് നിലനിൽക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നമ്മൾ പട്ടി കടിച്ചാൽ ഉടനെ തന്നെ അവിടെ എങ്ങനെ സോപ്പ് ഉപയോഗിച്ച് ഉരച്ച് കഴുകണം. ഓക്കെ, അങ്ങനെയാണ് പറയാ. ഈ എഥനോൾ ആയിക്കോട്ടെ, ക്ലോറോഫോം ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും റാബിസ് വൈറസ് പെട്ടെന്ന് തന്നെ ഇനാക്ടിവേറ്റ് ആവും. ഓക്കെ, then rabies virus sensitive to ethanol, soap, detergents, chloroform and other disinfectant. ഓക്കെ, പെട്ടെന്ന് തന്നെ അവർ ഇനാക്ടിവേറ്റ് ആവും. ഓക്കെ, സെൻസിറ്റീവ് ആണ്. then how long does it take to inactivate rabies virus at 50 degree? 5 minutes, 30 minutes, 1 hour and 24 hour. എത്ര ടൈമാണ് 50 ഡിഗ്രിയിൽ എത്ര ടൈം എടുത്തിട്ടാണ് റാബിസ് വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്? 5 മിനിറ്റ് വേണോ, അതോ 30 മിനിറ്റ് ആണോ, അതോ 1 മണിക്കൂറാണോ, അതോ 24 മണിക്കൂറാണോ? എത്രയാണ്? സി ആണ്, 1 hour ആണ്. ഓക്കെ, then rabies virus inactivated at 50 degree when exposed for 1 hour. Then rabies virus inactivated within 5 minutes when exposed to temperature 60 degree ആണ്. അപ്പോൾ 50 ഡിഗ്രി ആകുമ്പോൾ 1 hour ആണ്, 5 minutes ആകുമ്പോൾ 60 ഡിഗ്രി ആണ്. then rabies virus can survive week. 4 ഡിഗ്രിയിലാണെങ്കിൽ several weeks വരെ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും, which has a typical refrigeration temperature. Okay, which of the following environmental condition inactivate the rabies virus? Ultraviolet radiation, sunlight, carbon dioxide exposure, all of this above. ഇതിൽ ഏതൊക്കെ കണ്ടീഷനാണ് റാബിസ് വൈറസ് ഇനാക്ടിവേറ്റ് ആക്കുന്നത്? UV ആണോ, സൺലൈറ്റ് ആണോ, കാർബൺ ഡയോക്സൈഡ് എക്സ്പോഷർ ആണോ, അതോ ഇതിലെല്ലാം ഉണ്ടോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഡി ആണ്. ഓക്കെ, ആതിര, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അൾട്രാവയലറ്റ് റേഡിയേഷനും സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷറും ഒക്കെ റാബിസ് വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ സോപ്പ്, എത്തനോൾ, ക്ലോറോഫോം എന്ന് പറഞ്ഞു അല്ലെ, ഡിറ്റർജൻസ്, അതിനോടും ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. റാബിസ് വൈറസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇത്തരം UV റേഡിയേഷൻ ആയിക്കോട്ടെ, സൺലൈറ്റ് ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പോഷർ ആയിക്കോട്ടെ, അതാണെങ്കിലും ഇത്തരം കണ്ടീഷൻ ആണെങ്കിലും എൻവിറോൺമെന്റ് കണ്ടീഷൻ ആണെങ്കിലും റാബിസ് വൈറസ് പെട്ടെന്ന് തന്നെ ഇനാക്ടിവേറ്റ് ആവും. ഓക്കെ, ഡി ആണ് കേട്ടോ. ആർക്കെങ്കിലും സി, ആരൊക്കെയോ സി അതിന്റെ ഇടയിൽ കമന്റ് ഇടുന്നുണ്ടല്ലോ. ഓക്കെ, ഡി ആണ് ആൻസർ വരിക. റാബിസ് വൈറസ് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ UV റേഡിയേഷൻ, സൺലൈറ്റ് ആൻഡ് എക്സ്പോഷർ ടു CO2. Then how can the rabies virus be preserved for long term storage? Long term storage ആണെങ്കിൽ എത്രയായിരിക്കും? എത്ര ടെമ്പറേച്ചർ ആയിരിക്കും? റെഫ്രിജറേഷൻ അറ്റ് 4 ഡിഗ്രി, then storing -70 degree Celsius or lyophilization, keeping at 37 degree Celsius in saline solution, and the last heating at 50 degree. ലോങ് ടേം സ്റ്റോറേജിനാണെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആണ് നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് എടുക്കുക? ലോങ് ടേം, യെസ്, ലയോഫിലൈസേഷൻ ആണ്. സ്റ്റോറിംഗ് അറ്റ് -70 ഡിഗ്രി നമ്മൾ ലയോഫിലൈസേഷൻ ആണ് ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടി നമ്മൾ എടുക്കുക അല്ലേ? ലയോഫിലൈസേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, -70 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യും അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് റാബിസ് വാക്സിൻ ഡെവലപ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ വാസ് മെയ്ഡ് ഫ്രം live attenuated rabies virus grown in egg, inactivated virus grown in chick embryo cell, then progressively weakened virus from infected rabbit spinal cord dried in air, recombinant viral protein produced in cell culture. നമ്മൾ പറഞ്ഞു റാബിസ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത ലൂയിസ് പാസ്റ്റർ ആണ്. എങ്ങനെയാണ് അത് എങ്ങനെയാണ് മെയ്ഡ് ചെയ്തെടുത്തത്? ലൈവ് അറ്റുനേറ്റഡ് റാബിസ് വൈറസ് എഗ്ഗിലെ ഗ്രോൺ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ചിക്ക് എംബ്രിയോ സെൽസ് ആണോ, അല്ലെങ്കിൽ റാബിറ്റ് സ്പൈനൽ കോഡിൽ നിന്നാണോ? എങ്ങനെയാണ് ഫസ്റ്റ് വാക്സിൻ പ്രിപ്പയർ ചെയ്തത്? യെസ്, സി ആണ് അല്ലെ. progressively weakened virus from infected rabies spinal cord dried in air. അങ്ങനെയാണ് ഫസ്റ്റ് റാബിസ് വാക്സിൻ മേഡപ്പ് ചെയ്തത്. ലൂയിസ് പാസ്റ്റർ ഒറിജിനൽ റാബിസ് വാക്സിൻ 1885 was produced by drying infected rabies spinal cord for several days, which progressively weakened. Attenuated ആണ് the rabies virus, then inactivated form induced immunity without causing disease. നമുക്കറിയാം ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു, ഡിസീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലേ? then next ക്വസ്റ്റ്യൻ നോക്കാം. the correct intramuscular IM schedule for rabies vaccination in post exposure prophylaxis is day 0, 5, 10 and 20, day 3, 0, 3, 7, 14, 28, then day 1, 5, 15, 30, then days 0, 7, 21. ഏതൊക്കെ ടൈം ഗ്യാപ്പിലാണ്, ഏതൊക്കെ ഷെഡ്യൂളിലാണ് നമ്മൾ റാബിസ് വാക്സിൻ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? ഇതിൽ ഏത് വരും?
ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ഡേയ്സിലാണ് കൊടുക്കുക? ഏതാ വരുക? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. യെസ്, ബി ആണ്. ഓക്കെ, പ്രിൻസി, ചിന്നു, ഓക്കെ, ബി ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ബി ആണ്. ഡേയ്സ് 0, 3, 7, 14 and 28. ഓക്കെ, എത്ര ദിവസമുണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, 5 ദിവസമാണ്. ആദ്യത്തെ ദിവസം, പിന്നെ മൂന്നാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, 14ാമത്തെ ദിവസം, 28ാമത്തെ ദിവസം. ഓക്കെ, then according to WHO National Rabies Control Program, post exposure prophylaxis with modern cell culture vaccine intramuscularly കൊടുക്കുക. അതൊന്ന് നോട്ട് ചെയ്യുക. ഇസൻ റെജിമെൻ ആ ഒരു 5 ഗ്യാപ്പ് 5 ടൈം ഇന്റർവെല്ലാണ്. 0, 3, 7, 14 and 28 ആണ്. The day 0 and day of the first dose and the injection are given the deltoid region or anti-tolateral thigh for children. ഒന്നെങ്കിൽ deltoid region, അതായത് നമ്മുടെ അപ്പർ ആമില്, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ഒരു മിഡിൽ പാർട്ട് ഓഫ് തൈൽ, ഔട്ടർ മിഡിൽ പാർട്ട് ഓഫ് തൈലാണ് കൊടുക്കുക. ഓക്കെ, ഇൻട്രാമസ്കുലറി ആണ് കൊടുക്കുക. Then which statement about rabies post exposure prophylaxis PEP is incorrect? Incorrect ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. Wash wound with soap and water for 15 minutes. Then give vaccine 0, 3, 7, 14 and 28 days. Inject into gluteal muscle for better absorption and administration of RIG for category 3 exposure. ഏതാണ് വരുക? ഏത് വരും? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, സി ആണ് അല്ലേ? ഓക്കെ, സഹിമ, ഗ്രീഷ്മ, ഓക്കെ, ബാക്കി ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സി ആണ്. ഗ്ലൂട്ടിയൽ മസിൽ അല്ല, നമ്മൾ ഇൻട്രാമസ്കുലറിലേ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെലോയിറ്റ് റീജിയൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ആന്റിഡോളാറ്ററൽ തൈലായിരിക്കും ചിൽഡ്രൻസിന്റെ കേസിൽ, അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഡെൽറ്റോയിഡ് റീജിയൻ ആയിരിക്കും നമ്മൾ അപ്പർ ആംസിൽ. ഓക്കെ, അല്ലാതെ ഗ്ലൂട്ടിയൽ റീജിയൻ അല്ല, അവിടെ എല്ലാ അബ്സോർഷൻ, ഓക്കെ, പൂർ അബ്സോർഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Rabies vaccine belong to which type? Live attenuated vaccine, killed inactivated vaccine, toxoid vaccine, then subunit vaccine. ഏതാണ് വാക്സിൻ? റാബിസ് വാക്സിൻ ഇതിൽ ഏത് ടൈപ്പ് ആണ്? ലൈവ് അറ്റനുവേറ്റഡ് ആണോ, കിൽഡ് ഇനാക്ടിവേറ്റഡ് ആണോ, ടോക്സോയിഡ് ആണോ, അതോ സബ് യൂണിറ്റ് ആണോ? ഏതാണ് വരിക? യെസ്, കിൽഡ് ഇനാക്ടിവേറ്റഡ് ആണ് അല്ലേ? കിൽഡ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ് റാബിസ് വാക്സിൻ. മോഡേൺ റാബിസ് വാക്സിൻ PCECV ഒക്കെ, അതുപോലെ PVRV, അതൊക്കെ ഇനാക്ടിവേറ്റഡ് കിൽഡ് ആണ്. സെൽ കൾച്ചർ വാക്സിൻ ആണ്. പ്രൊവൈഡ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. The vaccine Rabipur is example of. Rabipur എന്തിന് എക്സാമ്പിൾ ആണ്? പ്യൂരിഫൈഡ് വെറോസെൽ വാക്സിൻ, പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ, then nerve tissue vaccine, then live attenuated vaccine. ഇതിൽ ഏത് വാക്സിൻ ആണ്? റബിപ്പൂർ. പ്യൂരിഫൈഡ് വെറോസെൽസ് ആണോ, അതോ പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ ആണോ, അതോ നെർവ് ടിഷ്യൂ വാക്സിൻ ആണോ, അതോ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ആണോ? ഏത് വാക്സിൻ ആണ്? എല്ലാവരും കമന്റ് ചെയ്തേ. യെസ്, ഓക്കെ, കിച്ചു, ഓക്കെ, അമിന, ആതിര, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചിന്നു, യെസ്, ബി ആണ് അല്ലെ? പ്യൂരിഫൈഡ് ചിക്ക് എംബ്രിയോ സെൽ വാക്സിൻ ആണ്. PCECV, produced in chick embryo cells and widely used for both pre and post exposure prophylaxis കൊടുക്കുന്നുണ്ട്. ഓക്കെ, Rabipur. ഓക്കെ, then the vaccine Verorab belong to which type? PCECV, then nerve tissue vaccine, PVRV, then DNA vaccine. ഏത് വാക്സിൻ ആണ്? Verorab. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും, ഒന്ന് കമന്റ് ചെയ്യോ. Verorab, സി ആണ് അല്ലേ? ഓക്കെ, ശബ്നം, ചിന്നു, ഓക്കെ, ഗ്രീഷ്മ, സി. ഓക്കെ, സി ആണ്. Verorab is a purified verocell rabies vaccine ആണ്, PVRV. Made in virocells ആണ് and modern safe inactivated rabies vaccine ആണ്. ഓക്കെ, then the modern rabies vaccine PCECV and PVRV are live attenuated vaccine, inactivated
കിൽഡ് സെൽ കൾച്ചർ വാക്സിൻ, ടോക്സോയിഡ് വാക്സിൻ, ദെൻ റിക്കോംബിനന്റ് വാക്സിൻ. ഏതാണ് മോഡേൺ റാബിസ് വാക്സിൻ? PCV, PCE, CV, അതുപോലെ തന്നെ PVRV. അതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്? എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്? യെസ്, ഇനാക്ടിവേറ്റഡ് കിൽഡ് സെൽ കൾച്ചർ വാക്സിൻ ആണ് അല്ലെ. ഇനാക്ടിവേറ്റഡ് കിൽഡ് സെൽ കൾച്ചർ വാക്സിൻ ആണ്. ഓക്കെ, ബോത്ത് PCE, CV, റാബിപ്പൂർ നമ്മൾ പറഞ്ഞു, PVRV നമ്മൾ പറഞ്ഞു, വെറോ റാബ്, അതൊക്കെ ഇനാക്ടിവേറ്റഡ് ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാക്സിൻ ആണ്. സോറി, സേഫ്ലി ഇൻഡ്യൂസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് റാബിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് PREP വിത്ത് റാബിസ് വാക്സിൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൺലി ഫോർ പീപ്പിൾ ബൈറ്റഡ് by dogs, then for high risk group like veterinarians, അതുപോലെ തന്നെ നമ്മൾ animal handlers, അതുപോലെ തന്നെ നെക്സ്റ്റ് for infants and elderly only, and for all people in rural area. PREP, പ്രീ എക്സ്പോഷർ വാക്സിൻ, ഇതിൽ ഏത് ഗ്രൂപ്പിനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? പ്രീ എക്സ്പോഷർ ആണ്, ശ്രദ്ധിക്കുക, പ്രീ എക്സ്പോഷർ ആണ്, PREP ആണ്. നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിനാണ് നമ്മൾ പ്രീ എക്സ്പോഷർ റെക്കമെൻഡ് ചെയ്യുന്നത്? യെസ്, നമ്മളെ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓക്കെ, അമിന, ചിഞ്ചു, ആര്യ, ഓക്കെ, വെരി ഗുഡ്. സംഹിന, ഓക്കെ, ഓക്കെ, ചിപ്പി, ഓക്കെ, ഓക്കെ, എല്ലാവരും ബി ആണ് അല്ലേ. ഫോർ ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതുപോലെ വെറ്റിനറിയൻസും അതുപോലെ അനിമൽ ഹാൻഡ്ലേഴ്സ് ആണ് പ്രീ എക്സ്പോഷർ ഓഫ് പ്രൊഫൈലാക്സിസ്. ഓക്കെ, ദെൻ PREP is given to those which occupational exposure risk such as lab workers, veterinarians and animal handlers. Then next, post exposure prophylaxis PEP is indicated for, അപ്പോൾ നേരത്തെ പ്രീ എക്സ്പോഷർ ആയിരുന്നു, ഇവിടെ പോസ്റ്റ് എക്സ്പോഷർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പീപ്പിൾ bitten or scratched by suspected rabid animal, then only laboratory workers, and then pregnant women exclusively, then people vaccinated within last 10 years. പോസ്റ്റ് എക്സ്പോഷർ നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിനെ കൊടുക്കുക? പ്രീ എക്സ്പോഷർ നമ്മൾ പറഞ്ഞു നമ്മൾ അനിമൽ ഹാൻഡ്ലേഴ്സിനും വെറ്റിനറിയൻസിനും ഒക്കെയാണ്. പോസ്റ്റ് എക്സ്പോഷർ നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിന് കൊടുക്കും? ഏത് ഗ്രൂപ്പിന് കൊടുക്കും? ആർക്കാ കൊടുക്കണ്ടേ പോസ്റ്റ് എക്സ്പോഷർ? യെസ്, എ ആണ് അല്ലേ. പീപ്പിൾ ബൈറ്റഡ് ഓർ സ്ക്രാച്ച്ഡ് ബൈ നമ്മളെ സസ്പെക്റ്റഡ് റാബിഡ് അനിമൽ, അവർക്കാണ് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് കൊടുക്കുക അല്ലേ. അല്ലേ, PEP is given after exposure to a potentially rabid animal to prevent onset of disease which is otherwise fatal. Then which of the following statement about modern rabies vaccine is true? True ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ നോക്കാം. They contain live attenuated virus, they are derived from nerve tissue, they are safe, purified and cell culture based, and then they are given only by oral route. ഇതിൽ ഏതാണ് നമ്മൾ മോഡേൺ റാബിസ് വാക്സിൻ? റാബിപ്പൂർ, വെറോറോബാക്ക് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ ഇതിൽ അവർ ഏത് ടൈപ്പാണ്? ലൈവ് അറ്റനേറ്റഡ് ആണോ, അല്ലെങ്കിൽ നെർവ് ടിഷ്യൂ ഡിറൈവ് ചെയ്തതാണോ, സെൽ കൾച്ചർ ബേസ്ഡ് ആണോ, അതോ നമ്മൾ ഓറൽ റൂട്ട് വഴി കൊടുക്കുന്നതാണോ? ഏതാണ് വരിക? മോഡേൺ റാബിസ് വാക്സിൻ സി ആണ് അല്ലേ. സി ആണ്, സേഫ്, ദ പ്യൂരിഫൈഡ് സെൽ കൾച്ചർ ബേസ്ഡ് ആണ് അല്ലേ. പ്യൂരിഫൈഡ് സെൽ കൾച്ചർ ബേസ്ഡ് ആണ് മോഡേൺ വാക്സിൻസ് വരിക. ഓക്കെ, സി ആണ് വരിക. മോഡേൺ വാക്സിൻ നമ്മൾ PCE, CV, അതുപോലെ തന്നെ PEC, CV, അതുപോലെ PVRV, അതൊക്കെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള സെൽ കൾച്ചർ വാക്സിൻ ആണ്. എൻഷുറിങ് സേഫ്റ്റി, നമ്മൾ സ്ട്രോങ് ഇമ്മ്യൂണോജെനിസിറ്റി, അതുപോലെ തന്നെ ബാക്കി നെർവ് ടിഷ്യൂ വാക്സിൻ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ഇമ്മ്യൂണോജെനിസിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും സി ആണ്. ഓക്കെ, അൽഫോൺസ്, റോയ്, ഓക്കെ, അമിന, ആര്യ, കിച്ചു, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമൺലി യൂസ്ഡ് റാബിസ് വാക്സിൻ ഫോർ ഡോഗ് ആൻഡ് കാറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ ഇത്ര നേരം നമ്മളെ വാക്സിൻ പറഞ്ഞു, ഇനി ഡോഗിനും കാറ്റിനുള്ള കോമൺലി യൂസ് ചെയ്യുന്ന വാക്സിൻ ഇന്ത്യയിൽ സെമ്പിൾ വാക്സിൻ, ദെൻ രക്ഷാബ്, ദെൻ ഹരാബ്, ദെൻ BCG, വെറോറാബ്. ഏതാണ് വരിക? ഏതാണ് വരിക? സിമ്പിൾ വാക്സിൻ ആണോ, രക്ഷാബ് ആണോ, BCG ആണോ, അതോ വെറോറാബ് ആണോ? ഏത് വരും? ഓപ്ഷൻ ബി ആണ്, രക്ഷാബ് ആണ്. രക്ഷാബ് ഈസ് ആൻ ഇനാക്ടിവേറ്റഡ് റാബിസ് വാക്സിൻ ആണ്. ഓക്കെ, അപ്പൊ ഇതും ഇനാക്ടിവേറ്റഡ് ആണ്. ഇനാക്ടിവേറ്റഡ് റാബിസ് വാക്സിൻ ഫോർ animal produced by Indian Immunological Limited. Okay, then first rabies vaccination in dog should be given at what age? 6 weeks, 3 months, 6 months and 1 year. അപ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഫൈലാക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ ഈ എനിമൽസിന്റെ കേസിൽ ഏത് ഏജിലാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് റാബീസ് വാക്സിനേഷൻ കൊടുക്കുന്നത് 6 വീക്സിലാണോ, 3 മന്ത്സിലാണോ, 6 മന്ത്സിലാണോ, 1 ഇയറിലാണോ? നമ്മൾ പെറ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് അല്ലേ, അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അറിയാം. അറിയില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
യെസ്, ബി ആണ്. 3 monthsലാണ്. ഓക്കെ, ഫസ്റ്റ് റാബിസ് വാക്സിനേഷൻ കൊടുക്കുന്നത് 3 monthsലാണ്. ഫോളോയിങ് ബൂസ്റ്റർ അറ്റ് 1 year, then every 3 years. ഓക്കെ, route of administration of animal rabies vaccine is oral, intravenous, subcutaneous or intramuscular, then intradermal. ഏതാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എനിമൽ റാബിസ് വാക്സിൻ? എനിമൽസിന് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓറലി ആണോ, ഇൻട്രാവിനസ് ആണോ, അതോ സബ്ക്യൂട്ടേനിയസ് ആണോ, ഇൻട്രാമസ്കുലർ ആണോ, അതോ ഇൻട്രാഡെർമൽ ആണോ? എങ്ങനെയാണ് കൊടുക്കുന്നത്? എങ്ങനെയാ കൊടുക്കുന്നത്? എനിമൽസിന് എങ്ങനെ കൊടുക്കും? സി ആണ്, സബ്ക്യൂട്ടേനിയസ് ഓർ ഇൻട്രാമസ്കുലർ ആണ്. ഹ്യൂമൻസിന് എങ്ങനെയാ കൊടുത്തിരുന്നത്? ഹ്യൂമൻസിന് എങ്ങനെയാ കൊടുത്തിരുന്നത്? ഹ്യൂമൻസിന് എങ്ങനെയായിരുന്നു വാക്സിനേഷൻ? ഹ്യൂമൻസിന് എങ്ങനെയായിരുന്നു നമ്മൾ വാക്സിനേഷൻ എങ്ങനെ കൊടുത്തിരുന്നത്? ഹ്യൂമൻസിന് എങ്ങനെയായിരുന്നു? എനിമൽസിന് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഓർ ഇൻട്രാമസ്കുലർ ആണ്. ഹ്യൂമൻസിന് എങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്? യെസ്, ഇൻട്രാമസ്കുലർ ആണ്. ഏത് റീജിയനിലാണ്? എവിടെ വെക്കുക? ഇഞ്ചക്ഷൻ എവിടെ വെക്കും? എവിടെ വെക്കും? അഡൾട്ടിന്റെ കേസിൽ എവിടെ വെക്കും? ചിൽഡ്രൻസിന്റെ കേസിൽ എവിടെ വെക്കും? എവിടെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുക? വാക്സിൻ എവിടെ കൊടുക്കും? വാക്സിൻ എവിടെ കൊടുക്കുക? എവിടെ കൊടുക്കും? യെസ്, ഡെൽറ്റോയിഡ് റീജിയനാണ്. നമ്മൾ അപ്പർ ആം അല്ലേ, അപ്പർ ആമില് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവിടെ തൈ, ഒരു ഔട്ടർ മിഡിൽ പോർഷൻ ഓഫ് തൈ അവിടെയാണ് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The type of vaccine used in animal for rabies control is usually live attenuated, inactivated, killed, then DNA vaccine, then mRNA vaccine. Animalsന് കൊടുക്കുന്നത് വാക്സിൻ യൂസ്ഡ് ഇൻ അനിമൽസ്, അത് ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്? ലൈവ് അറ്റുനേറ്റഡ് ആണോ, ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് ആണോ, DNA വാക്സിൻ ആണോ, അതോ mRNA വാക്സിൻ ആണോ? ഏത് വാക്സിൻ ആണ് അനിമൽസിന് കൊടുക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ് കൊടുക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്? ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്? ഓക്കെ, ഇനാക്ടിവേറ്റഡ് കിൽഡ് വാക്സിൻ ആണ്. ഓക്കെ, ബി ആണ്, ഇനാക്ടിവേറ്റഡ് കിൽഡ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. Inactivated vaccines are safe, effective for root animal use. Live vaccines are avoided due to potential reversion risk. ലൈവ് വാക്സിനിൽ റിവേർഷൻ റിസ്ക് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ ഇനാക്ടിവേറ്റഡ് കിൽഡ് വാക്സിൻ ആണ്. ഓക്കെ, വേൾഡ് റാബീസ് ഡേ ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഏതാണ് ഡേ വരിക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ജൂലൈ 6, സെപ്റ്റംബർ 28, ഡിസംബർ 1, മാർച്ച് 24. ഏതാണ് റാബീസ് ഡേ? റാബീസ് ഡേ എന്നാണ് ആചരിക്കുന്നത്? യെസ്, സെപ്റ്റംബർ 28 ആണ്. ഡിസംബർ 1 അതേത് ഡേയാ? ഡിസംബർ 1 ഏത് ഡേ ആണ്? ഡിസംബർ 1 ഏത് ഡേയാ? ഏത് ഡേ ആണ് ഡിസംബർ 1? റാബീസ് ഡേ ആണ്, സെപ്റ്റംബർ 28. അത് ശരിയാണ്. ഓക്കെ, അക്ഷര, കിച്ചു, ആതിര. ഓക്കെ, യെസ്, എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ 1. ദെൻ മാർച്ച് 24 ഏത് ഡേയാ? മാർച്ച് 24 ഏത് ഡേയാ? മാർച്ച് 24 സെപ്റ്റംബർ 28 റാബീസ് ആണ്, ഡിസംബർ 1 HIV ആണ്, എയ്ഡ്സ് ഡേ ആണ്. ദെൻ മാർച്ച് 24 യെസ് TB അല്ലേ, TB ആണ്. ഡെങ്കു ഡേ ഏതായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു Q&Aയിൽ. ഡെങ്കു ഡേ ഏതായിരുന്നു? ഡെങ്കു ഡേ യെസ്, മാർച്ച് 24 TB ആണ്. ഓക്കെ, വെരി ഗുഡ്. അഞ്ജു, ആതിര, അക്ഷര. ഓക്കെ, ഡെങ്കു ഡേ ഏതായിരുന്നു? ഡെങ്കു ഡേ ഏതായിരുന്നു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഡെങ്കു ഡേ നമ്മൾ ഒരുപാട് ഡേയ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഓരോ ഡിസീസ് Q&A കഴിയുമ്പോഴും ഓരോ ഡിസീസിന് സ്പെഷ്യൽ ഓരോ ഡേയ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. May 16th ആണ് ഡെങ്കു ഡേ. അതുപോലെ തന്നെ മലേറിയ ഡേയും പറഞ്ഞിരുന്നു അല്ലേ, April 25 അല്ലെ. August 20 മോസ്കിറ്റോ ഡേ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡേയ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ റാബീസ് ഡേ വരുന്നത് സെപ്റ്റംബർ 28 ആണ്. ബാക്കിയുള്ള ഡേയ്സ് കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഇനി റാബീസ് ഡേ സെപ്റ്റംബർ 28 ആണ്. നമ്മൾ
ലൂയിസ് പാസ്റ്ററുടെ ഡെത്ത് ആനിവേഴ്സറി ആണ് കേട്ടോ ഒന്ന്. ദെൻ വേൾഡ് റാബിസ് ഡേ 2025 തീം. 2025 വേൾഡ് റാബിസ് ഡേയുടെ തീം എന്താണ്? റാബിസ് ഫാക്ട് നോട്ട് ഫിയർ, ഓൾ ഫോർ വൺ, വൺ ഹെൽത്ത് ഫോർ ഓൾ. Then act now, you, me, community. Rabies, one health, zero death. എന്താണ് 2025 തീമാണ് ചോദിച്ചിട്ടുള്ളത്. 2025 ഇതിലേതാണ്? ഇതിലേത് തീമാണ് 2025? ഏതാണ് തീം? ഒന്ന് കമന്റ് ചെയ്യോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? നമുക്ക് തെറ്റാണെങ്കിൽ നമുക്ക് നോക്കാലോ, കുഴപ്പമില്ല. ഒന്ന് കമന്റ് ചെയ്യാവോ? വേൾഡ് റാബിസ് ഡേ 2025 തീം. 2025 തീം റാബിസ് ഫാക്ട് നോട്ട് ഫിയർ, ഓൾ ഫോർ വൺ, വൺ ഹെൽത്ത് ഫോർ ഓൾ, ആക്ട് നൗ, യു, മീ, കമ്മ്യൂണിറ്റി, റാബിസ് വൺ ഹെൽത്ത്, സീറോ ഡെത്ത്. ഏതാണ് വരിക? സി ആണ്. ആക്ട് നൗ, യു, മീ, കമ്മ്യൂണിറ്റി ആണ്. ഓക്കെ. 2021 തീമാണ് റാബിസ് ഫാക്ട് നോട്ട് ഫിയർ. റാബിസ് എന്നുള്ളൊരു ഫാക്ട്, ഫിയർ അല്ല, അത് ആ തീം. 2022 റാബിസ് വൺ ഹെൽത്ത്, സീറോ ഡെത്ത്. അതാണ് 2022. 2023 ഓൾ ഫോർ വൺ, വൺ ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു തീം. 2025 അതായത് ഈ വർഷം ആക്ട് നൗ, യു, മീ, കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ ഫ്രം ഓരോ ഇൻഡിവിജ്വൽ, ഞാൻ, നീ എന്ന് നിന്ന് ഫുൾ ടു എൻറ്റയർ കമ്മ്യൂണിറ്റി, ഫ്രം ഇൻഡിവിജ്വൽ ടു എൻറ്റയർ കമ്മ്യൂണിറ്റി. അതാണ് 2025 റാബിസ് ഡേ സെപ്റ്റംബർ 28 ഇപ്പൊ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 28 റാബിസ് ഡേയുടെ തീം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റാബിസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏത് വൈറസ് ഗ്രൂപ്പാണ്, വൈറസിന്റെ ഷേപ്പ് എന്താണ്, ഏത് ഫാമിലിയാണ്, ഏത് ജനറയാണ്, ഏത് സൈസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ നെഗറ്റീവ് സെൻസ് ആണ്, RNA വൈറസ് ആണ്, അതുകൊണ്ട് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആയിരിക്കും, അതിന് റെപ്ലിക്കേഷൻ റിക്വയർ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വാക്സിനേഷൻ, ആരാണ് ഫസ്റ്റ് വാക്സിൻ, എങ്ങനെയാണ് അത് മേഡപ്പ് ചെയ്തത്, നമ്മൾ റാബിറ്റ് സ്പൈനൽ കോഡ് അല്ലേ, അത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വാക്സിനേഷൻ, നമ്മൾ എവിടെയാണ് വാക്സിൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈം ഇന്റർവെല്ലാണ്, അത് നമ്മൾ മനുഷ്യരുടെ കേസൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എനിമൽസിന്റെ കേസും പറഞ്ഞു, എനിമൽസിന് ഏതൊക്കെ ടൈമിലാണ് കൊടുക്കുന്നത്, ഏത് വാക്സിൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ റാബിസ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ റാബിസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത Q&A സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് റാബിസ്. അപ്പോൾ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഓർഗാനിസം ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് Q&A സെക്ഷനിലോട്ട് കടന്നു വരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.